ഹലോ ഫ്രണ്ട്സ്, നമ്മൾ സെൻറ്റൻസ് ഫോർമേഷനിലെ പാർട്ട് 3 ആണ്. ഓക്കെ, കോണ്ടിബ ഒരു അന്ധനായിരുന്നു. കോണ്ടിബ വാസ് എ ബ്ലൈൻഡ് മാൻ, ഒരു അന്ധനായിരുന്നു. അദ്ദേഹം തൻ്റെ ഗ്രാമം വിട്ട് മുംബൈയിൽ ജോലി തേടിയെത്തി. അദ്ദേഹം തൻ്റെ ഹീ ലെഫ്റ്റ് ഹിസ് വില്ലേജ് ആൻഡ് റീച്ച്ഡ് മുംബൈ. ഗ്രാമം വിട്ട് മുംബൈയിലെത്തി. സീക്കിംഗ് ജോബ്, ജോലി അന്വേഷിച്ചുകൊണ്ട്. നമുക്ക് നോക്കാം. ഹീ ലെഫ്റ്റ് ഹിസ് വില്ലേജ്, അവൻ്റെ ഗ്രാമം വിട്ടു. ആൻഡ് കെയിം ടു മുംബൈ, മുംബൈയിലേക്ക് വന്നു. ടു ഫൈൻഡ് എ ജോബ്, ഒരു ജോലി കണ്ടെത്താൻ വേണ്ടി. ഒരു ചേരിയിലെ ഒരു ചെറിയ വീട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ഹീ ലിവ്ഡ്, അദ്ദേഹം താമസിച്ചു. ഇൻ എ സ്മോൾ ഹൗസ്, ഒരു ചെറിയ വീട്ടിൽ. ഇൻ എ സ്ലം, ഒരു ചേരിയിലെ. ഹീ ലിവ്ഡ്, അദ്ദേഹം താമസിച്ചു. ഇൻ എ സ്മോൾ ഹൗസ്, ചെറിയ വീട്ടിൽ. ഇൻ എ സ്ലം, ഒരു ചേരിയിലെ ചെറിയ വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. സമീപത്ത് ഒരു കിണറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വീടിൻ്റെ സമീപത്ത്. ദർ വാസ് എ വെൽ, ഒരു കിണറുണ്ടായിരുന്നു. നിയർ ദ ഹൗസ് അല്ലെങ്കിൽ ബിസൈഡ് ദ ഹൗസ്. ഇവിടെ നിയർ ബൈ എന്നാണ് കൊടുത്തത്. ദർ വാസ് എ വെൽ, ഒരു കിണറുണ്ടായിരുന്നു. നിയർ ബൈ, തൊട്ടടുത്ത് തന്നെ. അത് സുരക്ഷിതമല്ലായിരുന്നു, അതിന് മതിലില്ലായിരുന്നു. അതിന് മതിലില്ലായിരുന്നു. ഇറ്റ് വാസ് നോട്ട് സേഫ്, അത് സേഫ് അല്ലായിരുന്നു. ആൻഡ് അതിന് മതിലില്ല. ഇറ്റ് ഹാഡ് നോ വാൾസ്, അതിന് മതിലില്ലായിരുന്നു. ഇറ്റ് വാസ് നോട്ട് സേഫ് ആൻഡ് ഇറ്റ് ഹാഡ് നോ വാൾ. കിണറ്റിലെ വെള്ളം വൃത്തിഹീനമായിരുന്നു. കിണറിലെ വെള്ളം അഴുക്കുള്ളതായിരുന്നു. ദ വാട്ടർ ഇൻ ദ വെൽ വാസ് ഡേർട്ടി, കിണറിലുള്ള വെള്ളം വളരെ വൃത്തിഹീനമായിരുന്നു. ദ വാട്ടർ ഇൻ ദ വെൽ വാസ് ഡേർട്ടി. ഒരു ദിവസം കോണ്ടിബ ഭക്ഷണം കഴിക്കാൻ പോവുകയായിരുന്നു. വൺ ഡേ കോണ്ടിബ വാസ് ഗോയിങ് ടു, പോവുകയായിരുന്നു. ടു ഹാവ് ഫുഡ് അല്ലെങ്കിൽ ടു ഈറ്റ് ഫുഡ്, ഭക്ഷണം കഴിക്കാൻ. വൺ ഡേ കോണ്ടിബ വാസ് ഗോയിങ് ടു ഈറ്റ് ഫുഡ്, കോണ്ടിബ ഭക്ഷണം കഴിക്കാൻ പോവുകയായിരുന്നു. ഒരു സ്ത്രീ നിലവിളിക്കുന്നത് അയാൾ കേട്ടു. ഹീ ഹേർഡ്, അയാൾ കേട്ടു. എ വുമൺ ക്രൈങ്, ഒരു സ്ത്രീ കരയുന്നത്. ഇവിടെ ഹീ ഹേർഡ്, ഹിയറിൻ്റെ പാസ്റ്റാണ് ഹേർഡ്. ഹീ ഹേർഡ്, അയാൾ കേട്ടു. എ വുമൺ ഷൗട്ടിങ്, ഒരു സ്ത്രീ ഒച്ച ഉണ്ടാക്കുന്നത് അയാൾ കേട്ടു. അരവിന്ദ് എന്ന ആൺകുട്ടി കിണറ്റിൽ വീണു. എ ബോയ്, അരവിന്ദ് എന്നാന്ന് പറഞ്ഞാൽ എ ബോയ് നെയ്മഡ് അരവിന്ദ് എന്ന പേരുള്ള. ഫെൽ ഇൻ ടു ദ വെൽ, എന്ത് ചെയ്തു? കിണറിൽ വീണു. അല്ലെങ്കിൽ ഇവിടെ എ ബോയ് നെയ്മഡ് അരവിന്ദ് എന്ന പേരുള്ള ഒരു കുട്ടി ഹാഡ് ഫാളൻ ഇൻ ടു ദ വെൽ, കിണറിലേക്ക് വീണിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ കിണറിൽ വീണു. കോണ്ടിബ കിണറ്റിലേക്ക് ഓടി. കോണ്ടിബ റാൻ ടു ദ വെൽ, കിണറിലേക്ക് ഓടി. കോണ്ടിബ റാൻ ടു ദ വെൽ. അയാൾ കുട്ടിയെ രക്ഷിക്കാൻ ചാടി, കിണറിലേക്ക് ചാടി. ഹീ ജംപ്ഡ്, അയാൾ ചാടി. ടു സേവ് ദ ബോയ്, കുട്ടിയെ രക്ഷിക്കാൻ. ഹീ ജംപ്ഡ് ടു സേവ് ദ ബോയ്. അയാൾക്ക് നീന്താൻ അറിയാമായിരുന്നു. ഹീ ന്യൂ, നോൻ്റെ പാസ്റ്റാണ് ന്യൂ. ഹീ ന്യൂ, അവൻ അറിയാമായിരുന്നു. ഹൗ ടു സ്വിം അല്ലെങ്കിൽ സ്വിമ്മിങ്, അവന് നീന്തൽ അറിയാമായിരുന്നു. ഇവിടെ ഹീ ന്യൂ ഹൗ ടു സ്വിം, അവന് നീന്താൻ അറിയാമായിരുന്നു. പക്ഷേ അയാൾ ദുർബലനായിരുന്നു. വായു തേടി വീണ്ടും വീണ്ടും മുകളിലേക്ക് വരേണ്ടി വന്നു. ബട്ട് ഹി വാസ് വെരി വീക്ക്, അയാൾ വളരെ ദുർബലനായിരുന്നു. വായു തേടി വീണ്ടും വീണ്ടും മുകളിലേക്ക് വരേണ്ടി വന്നു. ഹീ കെയിം ടു അപ്വേർഡ് ഡ്യൂ ടു എയർ എഗെയിൻ ആൻഡ് എഗെയിൻ, വായു കാരണം അദ്ദേഹത്തിന് മുകളിലേക്ക് വന്നു. നമുക്ക് നോക്കാം. വായു തേടി വീണ്ടും വീണ്ടും മുകളിലേക്ക് വരേണ്ടി വന്നു. ഹി വാസ് വീക്ക്, അദ്ദേഹം ദുർബലനായിരുന്നു. ആൻഡ് ഹാഡ് ടു കം അപ്പ്, അദ്ദേഹത്തിന് തിരിച്ചു വരേണ്ടതുണ്ടായിരുന്നു. ഫോർ എഗെയിൻ, കം അപ്പ് ഫോർ എയർ എഗെയിൻ ആൻഡ് എഗെയിൻ, വീണ്ടും വീണ്ടും അദ്ദേഹത്തിന് മുകളിലോട്ട് വരേണ്ടത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരുപാട് മുങ്ങാൻ സാധിച്ചില്ല. അത് ഹി വാസ് വെരി വീക്ക്
and he had to come up for air again and again. Okay. ആളുകൾ ആശങ്കാകുലരായിരുന്നു. പീപ്പിൾ വേർ ടെൻസ്ഡ് അല്ലെങ്കിൽ ഡിസ്റ്റർബ്ഡ്, ആങ്ഷ്യസ്. എന്താ അവിടെ പറഞ്ഞാൽ നോക്കുക. പീപ്പിൾ വേർ വറീഡ്, ആളുകളൊക്കെ ഭയങ്കര അസ്വസ്ഥരായിരുന്നു. കോണ്ടിബ നിർത്തിയില്ല. കോണ്ടിബ ഡിഡ് നോട്ട് സ്റ്റോപ്പ്. കോണ്ടിബ നിർത്തിയില്ല. അയാൾ വീണ്ടും ചാടി. എങ്ങനെ പറയാം? ഹീ ജംപ്ഡ് അഗെയിൻ. വീണ്ടും അയാൾ എന്ത് ചെയ്ത്? ചാടി. ഇത്തവണ അയാൾ ആൺകുട്ടിയുടെ വസ്ത്രങ്ങൾ കണ്ടെത്തി. ദിസ് ടൈം ഹീ ഫൗണ്ട് ദ ബോയ്സ് ക്ലോത്ത്. ഇത്തവണ അദ്ദേഹം ആ കുട്ടിയുടെ ഡ്രസ്സ് കണ്ടെത്തി. അയാൾ ആ ആൺകുട്ടിയെ പുറത്തെടുത്തു. ഹി പുൾഡ് ദ ബോയ് ഔട്ട്. ഹി പുൾഡ് ദ ബോയ് ഔട്ട്. അയാൾ ആൺകുട്ടിയെ പുറത്തെടുത്തു. ആൺകുട്ടി ആശുപത്രിയിൽ പോയി. ദ ബോയ് വെന്റ് ടു ഹോസ്പിറ്റൽ. ആൺകുട്ടി ആശുപത്രിയിൽ പോയി. കോണ്ടിബ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. കോണ്ടിബ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. കോണ്ടിബ വെന്റ് ഹോം ആൻഡ് എയ്റ്റ് ഫുഡ്. വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചു. കോണ്ടിബ വെന്റ് ഹോം ആൻഡ് എയ്റ്റ് ഹിസ് ഫുഡ്. വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിച്ചു. അയാൾ ധൈര്യശാലിയാണെന്ന് ആളുകൾ പറഞ്ഞു. പീപ്പിൾ സെറ്റ്. ആളുകൾ പറഞ്ഞു. ഹി വാസ് ബ്രേവ്. അയാൾ ധീരനായിരുന്നെന്ന്. അയാൾ ധൈര്യശാലിയാണെന്ന് ആളുകൾ പറഞ്ഞു. ഹി വാസ് ബ്രേവ്. അവർ അദ്ദേഹത്തിന് സമ്മാനങ്ങൾ നൽകി. ദേ ഗേവ് ഹിം ഗിഫ്റ്റ്സ്. അവർ അദ്ദേഹത്തിന് സമ്മാനങ്ങൾ നൽകി. പിന്നീട് കോണ്ടിബ തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. ലേറ്റർ. അതിനുശേഷം കോണ്ടിബ വെന്റ് ബാക്ക് ടു ഹിസ് വില്ലേജ്. തൻ്റെ ഗ്രാമത്തിലേക്ക് തിരിച്ചുപോയി. അവൻ വിവാഹിതനായി ഒരു ചെറിയ കട തുടങ്ങി. ഹി ഗോട്ട് മാരീഡ് and started a small shop. അവൻ പിന്നീട് ഒരിക്കലും യാചിച്ചില്ല. He never begged again. ധൈര്യമുള്ളനാവുന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റി മറിക്കും. Being brave can change your life. ധീരനാവുക എന്നത് നിങ്ങളെ ജീവിതം മാറ്റിമറിച്ചേക്കാം. ഓക്കെ, താങ്ക് യു.